الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാന്യരായ വിശ്വാസിനികളെ, അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾക്ക് അനുസൃതം ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഏതാനും ഖുതുബകളിലായി നമ്മൾ പറഞ്ഞു വരുന്ന സൂറത്തുൽ ബഖറയിലെ 177-ാമത്തെ ആയത്തിന്റെ തുടർച്ചയായി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ബാക്കിയുണ്ട്. അതിൽ ഒന്നാണ് നമസ്കാരം നിർവഹിക്കുന്നവരാണ് അവർ എന്ന പുണ്യവാന്മാരുടെ പ്രത്യേകത. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി, അതിന്റെ തുടർച്ചയായി പറയാനുള്ള അവർ നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരാണ്. ആര്? പുണ്യവാന്മാർ. പുണ്യവാന്മാർ ആരാണ് എന്നാണ് ഈ ഖുർആന്റെ ഈ ആയത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. നമസ്കാരം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാകർമ്മമാണ്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പേയുള്ള ഏതാണ്ട് എല്ലാ പ്രവാചകന്മാർക്കും നമസ്കാരം നിർബന്ധമാവുകയും അവരും അവരുടെ കുടുംബാംഗങ്ങളും ആ സമൂഹമൊക്കെ നമസ്കാരം നിർവഹിച്ചു വന്നതായി ഖുർആൻ പരാമർശിക്കൂടെ മനസ്സിലാകുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ അറിയിക്കുന്നു, റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയ്യതി. എന്റെ രക്ഷിതാവേ, എന്നെ നീ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ചേർക്കണമേ. നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തണമേ എന്ന് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നതായി ഖുർആൻ സൂചിപ്പിക്കുന്നു. മാത്രമല്ല, എന്റെ സന്തതികളിൽപ്പെട്ടവരെ. എന്നിട്ട് പറയുന്നു, റബ്ബനാ വതഖബ്ബൽ ദുആ, ഞങ്ങളുടെ രക്ഷിതാവേ, എന്റെ പ്രാർത്ഥന നീ സ്വീകരിക്കുകയും ചെയ്യണമേ. മൂസാ നബിയോട് അല്ലാഹു കൽപ്പിച്ചതായിട്ട് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നു, ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിമിസ് സ്വലാത്ത ലിദിക്രി. തീർച്ചയായും ഞാനാകുന്നു അല്ലാഹു, ഞാനല്ലാതെ ഒരു ദൈവവും ഇല്ല. അതിനാൽ എന്നെ നീ ആരാധിക്കുകയും എന്നെ ഓർമ്മിക്കുന്നതിനായി നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും ചെയ്യുക. ഇപ്പോൾ പ്രവാചകന്മാർ അധികവും ഈ നമസ്കാരം എന്ന മർമ്മപ്രധാനമായ ആരാധനാകർമ്മം ജീവിതത്തിൽ
പകർത്തുകയും അതിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. നമസ്കാരം എന്നുള്ളത് ഏറ്റവും നിർബന്ധമുള്ള കാര്യമാണ് എന്ന് ഇസ്ലാം അനുശാസിക്കുന്നുണ്ട്. ഖുർആൻ പറയുന്നു സൂറത്തുൽ ബഖറയിലെ 238-ാമത്തെ ആയത്തിലൂടെ ഹാഫിദു അലസ്സലവാത്ത് വസ്സലാത്തിൽ വുസ്താ വഖൂമു ലില്ലാഹി ഖാനിതീൻ. നമസ്കാരങ്ങൾ നിങ്ങൾ സൂക്ഷ്മതയോടെ നിർവഹിച്ചു പോരേണ്ടതാണ്. പ്രത്യേകിച്ചും ഉത്കൃഷ്ടമായ നമസ്കാരം അള്ളാഹുവിന്റെ മുമ്പിൽ ഭയഭക്തിയോടുകൂടി നിന്നുകൊണ്ടാവണം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എന്ന് ഖുർആൻ സൂചിപ്പിക്കുകയാണ്. സ്വലാത്ത് എന്നാണ് നമസ്കാരത്തിന് ഉപയോഗിച്ച അറബി പദം. സ്വലാത്തിന് കുറെ വകഭേദങ്ങളുണ്ട്. നമസ്കാരത്തെ കുറിച്ച് പറയുന്നു, പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നുണ്ട്, മറ്റു ചില കാര്യങ്ങളെ കുറിച്ച്. മലക്കുകൾ സ്വലാത്ത് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്, അള്ളാഹു സ്വലാത്ത് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ് എന്നൊക്കെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നമസ്കാരത്തിലെ മുഖ്യമായ ഇനം പ്രാർത്ഥനയാണ്. അള്ളാഹുവിനോട് മാത്രമുള്ള പ്രാർത്ഥനയാണ്. വിശുദ്ധമായ തൗഹീദാണ്. അത് എவ்விதം നിർവഹിക്കണമെന്ന് കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കൃത്യമായി ഒരു കടുമണി തൂക്കത്തിന്റെ വ്യത്യാസം പോലും ഇല്ലാതെ എന്നെ നോക്കൂ എന്ന് പറഞ്ഞ് പ്രവാചകൻ കാണിച്ചു കൊടുക്കുകയും അത് സ്വഹാബികൾ പിന്തുടരുകയും പിന്തുടർമുറകൾക്കൊക്കെയും മാതൃയാക്കത്തക്ക രീതിയിൽ അത് രേഖപ്പെടുത്തി വെക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നമസ്കാരം എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു പ്രാർത്ഥനയാണെന്ന് നാം പറഞ്ഞു. തക്ബീർ കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കുന്ന ചില പ്രവൃത്തികൾ, ചില വാക്കുകളുടെ ഉച്ചാരണം, ചില മാനസികമായ തയ്യാറെടുപ്പ്, ഇതൊക്കെയാണ് നമസ്കാരം. അതിൽ സമയബന്ധിതമാണെന്ന് മാത്രമല്ല രൂപക്രമവും അതിനുണ്ട്. പ്രവാചകൻ പകർന്നു നൽകിയ രൂപം അത് പ്രവാചകന്മാരൊക്കെയും പഠിപ്പിച്ചതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരം അതിന്റെ ഗൗരവാവസ്ഥ ബോധ്യപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയും ചെയ്തിരുന്നു. ഇസ്ലാമിലെ ആദ്യത്തെ നിർബന്ധ അനുഷ്ഠാനവും പ്രാർത്ഥന നമസ്കാരമായിരുന്നു. വേദഗ്രന്ഥത്തിൽ നിന്നും നിനക്ക് ബോധനം നൽകപ്പെട്ടത് ഓതി കേൾപ്പിക്കുകയും നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും ചെയ്യുക. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. തീർച്ചയായും നമസ്കാരം നീചവൃത്തിയിൽ നിന്നും നിഷിദ്ധ കർമ്മത്തിൽ നിന്നും തടയുന്നു. മനുഷ്യൻ വ്യതിചലിച്ചു പോകുന്ന അവസ്ഥക്ക് തടയിട്ടുകൊണ്ടാണ് ഇസ്ലാമിൽ നമസ്കാരം നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നത്. നമസ്കാരവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ മറ്റ് ആരാധനാകർമ്മങ്ങളിൽ എന്തെങ്കിലും സാഹചര്യം അനുസരിച്ച് വീഴ്ച വന്നാൽ പോലും നമസ്കാരം ഉപേക്ഷിക്കാൻ ഒരു മനുഷ്യനും, പകതിരിവുള്ള ബുദ്ധിയുള്ള പ്രായപൂർത്തി എത്തിയ ഒരു മനുഷ്യനും പാടില്ല തന്നെ. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരെ ചില ഘട്ടങ്ങളിൽ നമസ്കാരം ഒഴിവാക്കാമെങ്കിലും മറ്റൊരു ഘട്ടത്തിലും അതിന് അനുവദനീയവും ഇല്ല. നമസ്കാരം നിന്ന് നിർവഹിക്കണം, അതിന്റെ ക്രമം അനുസരിച്ച് സമയബന്ധിതമായി നിർവഹിക്കണം, ജമാഅത്തായി നിർവഹിക്കണം. എന്നതോടൊപ്പം തന്നെ നിന്ന് നമസ്കരിക്കാൻ കഴിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒഴികഴിവുണ്ട്, നിസ്കരിക്കേണ്ടതില്ല എന്ന് മാറി നിൽക്കാൻ അവകാശമില്ല. അവൻ ഇരുന്നോ, ഇനി അതിന് കഴിയില്ലെങ്കിൽ കിടന്നോ, ചെരിഞ്ഞു കിടന്നോ, നേരെ കിടന്നോ ഒക്കെ അത് നിർവഹിച്ചേ മതിയാവൂ. ഏത് രോഗാവസ്ഥയിലും ബോധമുണ്ടെങ്കിൽ, ഏത് ഗുരുതരമായ രോഗാവസ്ഥയിലും ബോധമുണ്ടെങ്കിൽ, ചില വിട്ടുവീഴ്ചകൾ അതിനുണ്ട്. ജമ്മും കസറുമായി നമസ്കരിക്കാൻ പറ്റുന്ന സൗകര്യങ്ങളുണ്ട്. യാത്രക്കാരന് ആ സൗകര്യമുണ്ട്. ഗുരുതരമായ രോഗം ബാധിച്ച ആൾക്ക് ആ സൗകര്യമുണ്ട്. വെള്ളം സ്പർശിക്കാൻ കഴിയില്ലെങ്കിൽ തയമ്മം ചെയ്തുകൊണ്ട് നിർവഹിക്കാനുള്ള സൗകര്യമുണ്ട്. ആ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കുന്ന, അള്ളാഹുമായിട്ട് അഭിമുഖം നടത്തുന്ന, അള്ളാഹുമായിട്ട് മുനാജാത്ത് നടത്തുന്ന നമസ്കാരം നിങ്ങൾ നിർവഹിച്ചേ മതിയാവുമെന്ന് മതം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അതിന് സ്വഹരിയ ഗുഹര അസറിൽ മകനിപേക്ഷ ഈ ഘട്ടങ്ങൾ, ഒരു പകലെന്നുള്ളത് നമ്മുടെ ജീവസന്ധാരണത്തിനുള്ള സമയമാണ്, അധ്വാനിക്കേണ്ട സമയമെന്നാണ്, ഉപജീവനത്തിന് വഴിതേടുന്ന സമയമാണ്. ആ സമയത്താണ് നമസ്കാരവും നിർബന്ധമാക്കിയിരിക്കുന്നത്. ശ്രദ്ധിക്കണം, വിശ്രമത്തിന്റെ വേളയിലല്ല.
വിശ്രമത്തിന്റെ വേളയിൽ, ഉറക്കിന്റെ വേളയിൽ നമസ്കാരമുണ്ട്. പ്രതിഫലാർഹമായ പമ്പിച്ച പ്രതിഫലം കിട്ടുന്ന ഖിയാമുൽ ലൈൽ, തഹജ്ജുദ്, വിത്ർ, തറാവീഹ് എന്നൊക്കെ പേരുള്ള നമസ്കാരങ്ങളുണ്ട്. എല്ലാം ഒരേ നമസ്കാരം തന്നെയാണ്. വ്യത്യസ്ത സന്ദർഭങ്ങളിൽ, സമയങ്ങളിൽ അത് ഉപയോഗപ്പെടുത്തുമ്പോൾ വ്യത്യസ്ത പേരുകളിലൂടെ അറിയപ്പെടുന്നത് മാത്രം. എന്നാൽ നിർബന്ധ നമസ്കാരം പകൽ വേളയിലാണ്, അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പുള്ള, ഉണർന്നെഴുന്നേറ്റ ഉടനെയും ഉറങ്ങാൻ കിടക്കുമ്പോഴും അടങ്ങുന്ന സമയങ്ങളിൽ അത് നിർബന്ധമാക്കപ്പെട്ടിരിക്കുകയാണ്. വഴിമാറിപ്പോകാവുന്ന മനുഷ്യനെ തടയിടുകയാണ്. സ്വഭയ്ക്ക് ശേഷം അവൻ അധ്വാനിക്കാൻ പോകുന്നു. ഒന്ന് വഴിമാറി ചിന്തിക്കുമ്പോഴേക്കും ഉച്ചയാവുന്നു, നമസ്കാരം നിർവഹിക്കുന്നു. അവിടുന്ന് വീണ്ടും അവനെ മ്ലേച്ഛമായ ചിന്തയിലൂടെ, കാര്യങ്ങളിലൂടെ പോകാൻ ശ്രമിക്കുമ്പോഴേക്കും അസറിലൂടെ അത് തടയിടുന്നു, മഗ്‌രിബിലൂടെയും അതിന് തടയിടുന്നു, ഇശായിലൂടെയും അതിന് തടയിടുന്നു. അങ്ങനെ ഒരു ദിവസത്തെ ആ അധ്വാനത്തോടൊപ്പം അതിമഹത്തരമായ പുണ്യം കൂടി വാരി കൂട്ടിക്കൊണ്ട് സുഖമായ ഒരു നിദ്രയിലേക്ക് പ്രവേശിക്കാൻ, ഉറക്കിലേക്ക് പ്രവേശിക്കാൻ, ഉറക്കുന്ന മരണത്തെ സ്വീകരിക്കാൻ. ചിലപ്പോൾ മരിച്ചേക്കാം, ചിലപ്പോൾ ഉറക്കമുണർന്നേക്കാം. ആ ഒരു ഘട്ടത്തിലേക്ക് അവൻ എത്തിച്ചേരാൻ ഈ നമസ്കാരത്തിലൂടെ അവന് കഴിയുന്നു. അവന്റെ മനസ്സും ശരീരവും ഒക്കെ ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്ന് ഖുർആൻ സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ കുടുംബത്തോട് കൽപ്പിക്കാൻ, കുടുംബത്തോട് നമസ്കാരം നിർവഹിക്കാനുള്ള കൽപ്പന. നിന്റെ കുടുംബത്തോട് നീ നമസ്കരിക്കാൻ കൽപ്പിക്കുകയും അതിൽ നീ ക്ഷമാപൂർവ്വം ഉറച്ചു നിൽക്കുകയും ചെയ്യുക എന്നും ഖുർആൻ സൂചിപ്പിക്കേണ്ടത്. ഇത് കുടുംബത്തിൽ മാത്രം ഒതുങ്ങുന്ന കാര്യമല്ല. ഏറ്റവും മഹത്തരമായ പുണ്യം വാങ്ങിക്കൂട്ടാൻ ഭൗതികമായ ലോകത്ത് ഭൗതികമായ സൗകര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ അധ്വാനിക്കാവുന്ന സമയത്ത് തന്നെ അള്ളാഹുവിനെ തൃപ്തിയാക്കി ശാശ്വതമായ വിജയം നേടാൻ വേണ്ടി ആ സന്ദർഭം നമസ്കാരത്തിലൂടെയും മറ്റ് ആരാധനാക്രമങ്ങളിലൂടെയും ഉപയോഗപ്പെടുത്താനും മതം കൽപ്പിച്ചിരിക്കുകയാണ്. അത് കുടുംബത്തിലൂടെ, ജനങ്ങളിലൂടെ അത് വ്യാപിപ്പിക്കാനും മതം നമ്മോട് കൽപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ വിശുദ്ധ ഖുർആൻ പറയുന്നു സൂറത്തുൽ മുഅ്മിനൂനിൽ, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ വിജയം പ്രാപിച്ചിരിക്കുന്നു. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, തങ്ങളുടെ നമസ്കാരത്തിൽ ഭക്തിയുള്ളവരാണവർ, ഭയമുള്ളവരാണവർ. എങ്ങനെയെങ്കിലും നിസ്കരിച്ച് തിരക്ക് പിടിച്ച് ഓടി വാങ്ങി എങ്ങനെയോ കൊടുത്ത് എങ്ങനെയോ നിസ്കരിച്ച് ചാടിപ്പോകുന്ന അവസ്ഥയിലല്ല. ഏത് തിരക്കിന്റെ അവസ്ഥയിലായിരുന്നാൽ പോലും ഒരു സാവകാശം, 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ്, 4 മിനിറ്റേ ഉള്ളൂ എങ്കിൽ 4 മിനിറ്റ്, ഇനി 3 മിനിറ്റേ ഉള്ളൂ എങ്കിൽ 3 മിനിറ്റ്, അത് ആ ഒതുക്കത്തോടെ അല്ലാഹുവിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ഉറച്ച വിശ്വാസത്തോടെ തക്ബീർ ചൊല്ലിക്കൊണ്ട് വേണം നിർവഹിക്കാൻ. മനസ്സിനെ ഏതോ ഭാഗത്തേക്ക് പായിച്ചുകൊണ്ട് അവരുത്. അങ്ങനെ നിസ്കരിക്കുന്നവർക്ക് നാശം എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നമസ്കരിക്കുന്നവർക്കാണ് നാശം. എന്താണ്? അവരുടെ നമസ്കാരത്തിൽ അശ്രദ്ധരാണ്. അങ്ങനെയല്ല. ഇത് അല്ലാഹുവിന്റെ മുമ്പിൽ, നമ്മൾ പല ആളുകളുടെയും മുമ്പിൽ നിൽക്കുന്നവരാണ്. പല പ്രശ്നങ്ങൾക്ക്, പല ഉന്നതാധികാരികളുടെ മുമ്പിൽ, മേലുദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ ഒക്കെയും പോകുന്ന ആളുകളാണ് നാം. പല ആളുകളുടെയും മുമ്പിൽ അല്പം വിനയാന്വിതനായി നിന്നെങ്കിൽ മാത്രമേ കാര്യം നേടുകയുള്ളൂ. അത് ദുനിയാവിന്റെ കാര്യമാണ്. ഇവിടെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, നമ്മളെ മരിപ്പിക്കുന്ന, മരിച്ച ശേഷം നമുക്ക് വലിയൊരു സ്വർഗീയ ജീവിതം വാഗ്ദാനം ചെയ്തിരിക്കുന്ന അല്ലാഹുവിന്റെ മുമ്പിലാണ് നാം നിൽക്കുന്നത്. ഒരു കീറ വലിയനുണ്ട്, ഒരു ലുങ്കി കൊണ്ട് കൊടുത്ത് വന്നു നിൽക്കേണ്ട സന്ദർഭമല്ല അത്. ഏറ്റവും നല്ല വസ്ത്രം ഉണ്ടോ അത് അണിഞ്ഞുകൊണ്ട് വേണം നിർവഹിക്കാൻ. നമുക്ക് മറ്റാരുടെ മുമ്പിലും നമ്മുടെ വേഷഭൂഷാദികൾ പ്രകടിപ്പിക്കേണ്ടതില്ല. പ്രകടിപ്പിക്കാം, പക്ഷേ ഏറ്റവും അധികം അത് നമ്മൾ കാണിക്കേണ്ടത് അല്ലാഹുവിന്റെ മുമ്പിലാണ്. അണിഞ്ഞൊരുങ്ങി അത്തർ പൂശി അങ്ങനെ വേണം നമസ്കരിക്കാൻ. അല്ലാഹുവിന്റെ മുമ്പിലാണ് ഞാൻ പോകുന്നത് എന്ന ബോധ്യം അതോടെ മനസ്സിൽ വരിക. അവൻ വസ്ത്രം അണിയുമ്പോൾ അവരതിനായി ഒരുങ്ങുമ്പോൾ തന്നെ ഓർമ്മയിലേക്ക് വരികയാണത്, ചിന്തയിലേക്ക് വരികയാണ് ആ തഖ്വ. അങ്ങനെ വേണം നമസ്കരിക്കാം. എത്ര തിരക്കൊഴിച്ച സമയമായിരുന്നാലും അവരുടെ 5 മിനിറ്റെങ്കിൽ എത്ര സമയമാണോ നമുക്ക് ലഭിക്കുന്നത് ആ സമയത്തോടെ നിർവഹിക്കണം. ഇനി ജോലി സ്ഥലത്തൊക്കെയാണെങ്കിൽ ചിലപ്പോൾ അണിഞ്ഞൊരുങ്ങി വന്ന് നമസ്കരിക്കാൻ കഴിഞ്ഞോണമെന്നില്ല. ജോലി ചെയ്യുമ്പോഴുള്ള വസ്ത്രത്തിൽ അഴുക്കുകൾ ഉണ്ടാവാം. നജസല്ലാത്ത അഴുക്കുകളാണെങ്കിൽ പോലും
അവിടെ വെച്ച് നമസ്കരിക്കാം. പള്ളിയിൽ വരാൻ കഴിയാത്ത ആൾക്ക് ആ ജോലി സ്ഥലത്ത് വെച്ച് നമസ്കരിക്കാം. മുസല്ലയില്ലെങ്കിൽ ആ മണ്ണിൽ സുജൂദ് ചെയ്ത് നമസ്കരിക്കാം. എന്നാലും നമസ്കാരം ഒഴിവാക്കരുത് എന്ന് മതം കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അത് അല്ലാഹുവുമായുള്ള ഒരു ഉടമ്പടിയാണ്. അതിലെ ചടങ്ങുകൾ അല്ലെങ്കിൽ അതിന്റെ രീതികൾ നമ്മൾ സ്വഭാവം നിൽക്കുകയാണ്. എന്റെ വലത് ഭാഗത്ത് നിൽക്കുന്ന ആരാ എനിക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല. ചിലപ്പോൾ അറിയുന്ന ആളായിരിക്കാം, ചിലപ്പോൾ എനിക്ക് എന്തോ നീരസം തോന്നിയ ആളായിരിക്കാം, ചിലപ്പോൾ എനിക്കെന്തോ താല്പര്യമില്ലാത്ത ആളായിരിക്കാം, ചിലപ്പോൾ എനിക്കെന്തോ ഞങ്ങൾ തമ്മിലെന്തോ പ്രശ്നത്തിന്റെ പേരിൽ തെറ്റിപ്പിരിഞ്ഞ ആളായിരിക്കാം. നീ അപ്പുറം നിൽക്കുന്നു പറയാൻ ആർക്കും അവകാശമില്ല. നീ മാറി നിൽക്കട എന്ന് പറയാനുള്ള ഒരു യജമാന അവകാശവും ഒരു മനുഷ്യന് കൊടുത്തിട്ടില്ല നമസ്കാര സമയത്ത്. അയാൾ ചിലപ്പോൾ നാട്ടിന്റെ രാജാവായിരിക്കാം, നാട്ടിന്റെ പ്രസിഡന്റായിരിക്കാം, അധികാരിയായിരിക്കാം. തൊട്ടടുത്ത് നിൽക്കുന്നവൻ ഏതോ കൂലി വേല ചെയ്ത് ജോലി ചെയ്ത് നിർവഹിക്കുന്നവനാവാം. പാടില്ല പറയാൻ, അവൻ മാറ്റി നിർത്താൻ പാടില്ല. തോളോട് തോൾ ചേർന്ന് കാലുകൾ ചേർന്ന് നിന്നുകൊണ്ട് വേണം നമസ്കരിക്കാൻ. ഇപ്പോഴത്തെ കോവിഡ് കാലത്ത് നമ്മൾ നിർബന്ധിത സാഹചര്യത്തിൽ ഇത്തിരി അകന്ന് നമസ്കരിക്കേണ്ടി വരുന്നുണ്ടെങ്കിലും നമസ്കാരത്തിന്റെ ചിട്ട തോളോട് ചേർന്ന് ഉള്ള നമസ്കാരമാണ്. ആരെയും അവഗണിക്കാൻ പറ്റൂല. മനുഷ്യരൊക്കെ തുല്യരാണ്. എല്ലാ അഹങ്കാരവും തകർക്കുകയാണ് നമസ്കാരത്തിലൂടെ. എല്ലാ ആളുകളുടെ ഉള്ളിലെ ദുഷിച്ച ചിന്തകളും അവിടെ ഉടച്ചു വാർക്കുകയാണ്, സുജൂദിലേക്ക് കൊടുക്കുകയാണ്. എന്റെ തല, ഞാൻ അധികാരത്തിന്റെ ഹുക്കിൽ ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന എന്റെ തല സുജൂദിലാണ്, ഭൂമിയിലാണ്. ഞാൻ കുമ്പിട്ടിരിക്കുകയാണ് അല്ലാഹുവിന്റെ മുമ്പിൽ. ആ തലയുടെ ആ മുടിയുടെ ഭാഗത്ത് മറ്റൊരാളുടെ കാല് ടച്ചാവുന്നുണ്ട്. ആരാണ് അയാൾ? ഏതോ ഒരാൾ. നമ്മളൊക്കെ തീരെ ദുർബലമെന്ന് വിശ്വസിക്കുന്ന ഒരാളായിരിക്കാം. എന്നാൽ പോലും തല മാറ്റി വെച്ച് അവന്റെ കാലിന്റെ അടുത്ത് സുജൂദ് ചെയ്യരുത് എന്നെങ്ങാനും അവൻ ചിന്തിച്ചു പോയാൽ അവൻ അഹങ്കാരിയാവുകയും അവന്റെ ഫലം, അധ്വാനം അല്ലെങ്കിൽ നമസ്കാരം ശൂന്യമായി പോവുകയും ചെയ്യും, ഫലശൂന്യമായി പോവുകയും ചെയ്യും. നോക്കണം നിങ്ങൾ, മനുഷ്യരെ ഒക്കെയും ഹജ്ജ് പോലെ മനുഷ്യരെ ഒക്കെയും അവന്റെ അഹങ്കാരത്തെ ഒക്കെ തച്ചുടച്ചുകൊണ്ട് നിർവഹിക്കപ്പെടുന്ന മഹനീയമായ ആരാധനാ കർമ്മമാണ് നമസ്കാരം. അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ സൂചിപ്പിച്ചിരിക്കുന്നത്, നമസ്കാരം നിർവഹിച്ച ആളുകൾ ഭക്തിയുള്ള ആളുകളാണ്, അതുകൊണ്ട് തന്നെ അവർ വിജയികളാണ് എന്നും ഖുർആൻ സൂചിപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ വാഹനത്തിൽ യാത്ര ചെയ്യുന്നുണ്ട്. നമസ്കാരവുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രധാന കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ട്. കുറേശ്ശെ കാര്യങ്ങൾ സന്ദർഭത്തിൽ നോക്കി മാത്രം പറയുകയാണ്. വാഹനത്തിൽ നമ്മൾ യാത്ര ചെയ്യുന്ന ആളുകളാണ്, ബസ്സിൽ, വിമാനത്തിൽ ഒക്കെ യാത്ര ചെയ്യുന്ന ആളുകളുണ്ട്. എങ്ങനെയാണ് നമ്മളൊരു നമസ്കാര സമയത്ത് നമ്മൾ ബസ്സിലായിപ്പോയി, നമ്മുടെ യാത്രയിൽ അസറിനടിയിൽ ചിലപ്പോൾ അവിടെ എത്താൻ കഴിയില്ല, ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയില്ല, ബസ്സിൽ തന്നെയായിരിക്കാം. എങ്കിൽ എന്ത് ചെയ്യണം? ഒന്നുമില്ല. എന്ത് ചെയ്യണം? ബസ്സുകാരനോട് പറഞ്ഞ് ഒന്നുകൊടുത്ത് വന്ന് നമസ്കരിച്ചിട്ട് പോകണം എന്ന് പറഞ്ഞ് ബസ് നിർത്തി മറ്റു യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അത് ബസ്സുകാരൻ അനുവദിക്കുകയുമില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് നമ്മുടെ മുൻ സീറ്റിലോ ഒരു ശുദ്ധമായി തോന്നുന്ന ബസ്സിൽ ഏതെങ്കിലും ഒരു പ്രതലത്തിലോ കൈ അമർത്തിക്കൊണ്ട് തയമ്മും നിർവഹിക്കാവുന്നതാണ്. മുഖം തടവി, കൈ തടവി തയമ്മും നിർവഹിക്കാം. ശുദ്ധമായ മണ്ണിൽ തന്നെ പോയി പതിക്കണമെന്നൊന്നുമില്ല. സീറ്റിലാവാം, ആ സീറ്റിന്റെ പിൻഭാഗത്താവാം. കാരണം ഞാൻ ഇരിക്കുന്നതിന്റെ മറ്റൊരാളുടെ സീറ്റിന്റെ പിൻഭാഗമായിരിക്കുമല്ലോ മുൻവശം. അങ്ങനെ നിർവഹിച്ച് അവിടെ ആ ഇരുന്നെടുത്ത് നിന്നേ കൊണ്ട് തന്നെ കൈകെട്ടി ആ ചെറിയ സൗകര്യത്തിൽ തന്നെ റുക്കൂ ചെയ്ത് അവിടെ തന്നെ സുജൂദ്, താഴേക്ക് പോകണമെന്നില്ല, അവിടെ തന്നെ സുജൂദ് ചെയ്ത് നിർവഹിക്കണം. അത്ര പോലും നമസ്കാരം മോശം എന്ന് പറയാം, ഒഴിവാക്കാൻ പാടില്ല. ബസ്സിലാകുമ്പോ, കല്യാണ വീട്ടിലാകുമ്പോഴൊക്കെ ഇത് മറന്നു പോകുകയാണ് ആളുകൾ. വീട്ടിൽ പോയിട്ട് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് ഒന്നുകൊണ്ടെടുത്ത് കുളിച്ച് ലാസ്റ്റ് ഒന്നിച്ച് സ്വീകരിക്കാമെന്നാണ് പലരും വിചാരിക്കുന്നത്. അള്ളാഹു പഠിപ്പിച്ചു തന്ന സമയത്തെ ധിക്കാരപൂർവ്വം, അല്ലെങ്കിൽ ധിക്കാരം നമ്മുടെ മനസ്സിൽ തോന്നിയില്ലെങ്കിലും അവഗണിക്കുകയാണ് ചെയ്യുന്നത്.
അത് ആ സമയത്ത് തന്നെ നിർവഹിച്ചേ ഇരിക്കണമെന്നാണ് മതം പഠിപ്പിച്ചിരിക്കുന്നത്. ഭൗതികമായ ഒരു നേട്ടവും ഒരു ലാഭവും നമസ്കാരം കൊണ്ടില്ലതാനും അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഉണ്ടാവാം ശാസ്ത്രീയമായ ചില തെളിവുകൾ, ആരോഗ്യപരമായ പല ഗുണങ്ങളുണ്ട്. സുഖിയിൽ പോകുമ്പോൾ രക്തചക്രമ അവസ്ഥക്കൊക്കെയുള്ള ഗുണങ്ങൾ ഉണ്ടാവാം, ഇല്ലാതെന്ന് പറയുന്നത് ഉണ്ടായിരിക്കാം, ഉണ്ട്. പക്ഷെ ഒരു മനുഷ്യന്റെ ഒരു വിശ്വാസത്തിന്റെ ലക്ഷ്യം എന്റെ ആരോഗ്യം ശരിയാവും, എന്റെ നടുവേദന ശരിയാവും എന്നത് ആയിരിക്കരുത്, അള്ളാഹുവിന് തൃപ്തിയായിരിക്കണം എന്നുകൂടി മനസ്സിലാക്കുക. വിശുദ്ധ ഖുർആൻ പറയുന്നു, മാ സലകകും ഫീ സഖർ. നരകത്തിൽ എത്തിപ്പെട്ട ആളുകൾ, നരകാവകാശികളായ ആളുകളോട് ചോദിക്കുകയാണ്, മാ സലകകും ഫീ സഖർ, നിങ്ങളെ നരകത്തിൽ പ്രവേശിപ്പിച്ചത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളെ എന്താണ് നരകത്തിൽ പ്രവേശിപ്പിക്കാൻ കാരണം? ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ. അവർ പറയും, ഞങ്ങൾ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല. നരകത്തിൽ കത്തിച്ചൊലിക്കുന്ന, നരകത്തിൽ എത്തിപ്പെടുന്ന മനുഷ്യൻ അവിടെ വെച്ച് ഖേദം പ്രകടിപ്പിക്കും, ഞങ്ങൾ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ പെട്ടവനായിരുന്നില്ല. ഒരു ഭാരമായി ദുനിയാവിലെ 5 നേരത്തെ 5 മിനിറ്റ് വീതമുള്ള നമസ്കാരം ആർക്കെങ്കിലും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അവർ പുനർവിചിന്തനം നടത്തട്ടെ. ഇത് ഭാരമല്ല, ഭാരം ഇറക്കി വെക്കലാണ്. താൽക്കാലികമായ ഈ ഭാരം അത് ഇറക്കി വെക്കലാണ്. നാളെ മാശറയിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു കവാടമായിട്ട് നമസ്കാരത്തെ തിരിച്ചറിയണം. അതുപോലെ മുൻഗാമികളുടെ അപചയത്തിന്റെ കാരണവും വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നു. ഫഖറഫ മിൻ ബഅദിഹിം ഖൽഫ് അല്ലാഹു സ്വലാത വത്തഖൂ ശഹവാത് ഫസൗഫ യൽഖൗന ഗയ്യ. അവർക്ക് ശേഷം അവരുടെ സ്ഥാനത്ത് ഒരു പുൻതലമുറ വന്നു. അവർ നമസ്കാരം പാഴാക്കുകയും തന്നിഷ്ടങ്ങളെ പിന്തുടരുകയും ചെയ്തു. തന്മൂലം ദുർമാർഗത്തിന്റെ ഫലം അവർ കണ്ടെത്തുന്നതാണ്. മുൻകാലത്ത് ഒരുപാട് ജനപദങ്ങൾ തകർന്നടിഞ്ഞു പോലും നമുക്കറിയാം. അഹങ്കാരികളായ ആളുകളുടെയൊക്കെ ആ പതനത്തിന്റെ കാരണം വിനീതനാശനായി വിനയാന്വിതനായ അല്ലാഹുവിന്റെ മുമ്പിൽ കുമ്പിടുന്നതിന് എന്താ ഗർവ് കാട്ടി അതിൽ നിന്നും പിന്തിരിഞ്ഞ ആളുകളായിരുന്നത് കൊണ്ട് ആണ് അവർക്ക് ഈ പതനമുണ്ടായത് എന്ന് ഖുർആൻ സൂചിപ്പിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ-അഹ്ദുല്ലദീ ബൈനനാ വ ബൈനകുമുസ് സ്വലാത്ത്. നമ്മുടെയും അവരുടെയും ഇടയിലുള്ള അതിർവരമ്പ് നമസ്കാരമാണ്. ആരാണ് അവർ? നമ്മുടെയും അവരുടെയും ഇടയിലുള്ള അതിർവരമ്പ് കരാറ് നമസ്കാരമാണ്. ഫമൻ തറകഹാ ഫഖദ് കഫർ. അത് ആര് ഉപേക്ഷിക്കുന്നോ അവർ അവിശ്വാസിയായി. എന്ന് വെച്ചാൽ വിശ്വാസികളും അവിശ്വാസികളും തമ്മിലുള്ള അതിർവരമ്പ് നമസ്കാരമാണ്. അത് ഉപേക്ഷിച്ചാൽ അവിശ്വാസിയായി എന്ന്, കാഫിറായി എന്ന പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോ നമസ്കാരം എന്നത് എത്രമാത്രം ഗൗരവകരമായ ഒരു കാര്യമാണ് എന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. റബ്ബി ഷ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാനരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുക എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണവക്രത്തിൽ കിടക്കുകയാണ്. മരണാസന്നനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനത്തെ രോഗത്തിൽ ക്ഷീണിതനായി വീട്ടിൽ കഴിഞ്ഞുകൂടുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹു വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു, പള്ളിയിൽ പോകണം. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കൈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ തോളിലിട്ടും മറ്റൊരു കൈ അലി റളിയല്ലാഹു അൻഹുവിന്റെ തോളിലിട്ടും കൊണ്ട് പ്രവാചകനെ അവർ പള്ളിയിലേക്ക് കാലിങ്ങനെ വലിഞ്ഞു പോകുന്ന രീതിയിലേക്ക് കൊണ്ടുപോയി. നമസ്കരിക്കാനുള്ള പ്രവാചകന്റെ ആ ഘട്ടത്തിലുമുള്ള അഭിവാഞ്ഛയായിരുന്നു അറിയും.
പാതിരാവിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു കൊണ്ടേയിരുന്നു. തഹജ്ജുദ് നമസ്കാരം കാലിൽ നീര് വരുവോളം നിന്ന് നമസ്കരിച്ചു കൊണ്ടേയിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോ പ്രവാചകൻ പറഞ്ഞ മറുപടി, ഞാൻ നന്ദിയുള്ള ഒരു അടിമയാകട്ടെ ആയിഷ എന്നായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണാസന്നനായി കിടക്കുന്ന സമയത്തും പറഞ്ഞുകൊണ്ടേയിരുന്നു, നമസ്കാരം, അത് നിങ്ങൾ ഒഴിവാക്കരുതേ എന്ന് തൊട്ടടുത്തുള്ള ആളുകളോട്, അനുയായികളോട്, ഭാര്യയോടും മകളോടും ഒക്കെ കൽപ്പിച്ചുകൊണ്ടായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞത്. അത്രമാത്രം ഗൗരവതരമായ ഒരു വിഷയമായിരുന്നു നമസ്കാരം. എല്ലാവരും തുല്യരെന്ന ഈ മഹിതമായ സന്ദേശം നമുക്കാണ് ലോകത്തിന് മുമ്പിൽ സമർപ്പിക്കാനുള്ളത്. അത് അല്ലാഹു കൽപ്പിച്ച നിർബന്ധമായ ആരാധനാ കർമ്മങ്ങളിലൂടെ നമ്മൾ പ്രാവർത്തികമാക്കുന്നുണ്ട്. അത് നിങ്ങൾ മുസ്ലിങ്ങൾ മാത്രം ചെയ്യുന്നതല്ലേ എന്ന് ചിലർ ചോദിച്ചേക്കാം. മുസ്ലിം എന്നാൽ, ഇസ്ലാം എന്നാൽ ഏതെങ്കിലും കുറെ കുടുംബങ്ങളുടെയും ജനിച്ചു വളർന്ന കുറെ ആളുകളുടെയും കൂട്ടായ്മ മാത്രമല്ല. അതിലാർക്കും പ്രവേശിക്കാം. ഈ വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകുന്ന ഏതൊരു മനുഷ്യനും അതിലേക്ക് പ്രവേശിക്കാം. അവൻ ആ നിമിഷം മുതൽ അവനും മുസ്ലിമാണ്, മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ്. അവനും ഇതനുസരിച്ച് ജീവിക്കാവുന്നതാണ്. ഒരു പാരമ്പര്യ മതമല്ല ഇസ്ലാം പകർന്നു നൽകുന്നത്. ജന്മനാ ലഭിക്കുന്ന സവിശേഷതയല്ല ഇസ്ലാം മതം എന്നുള്ളത്. അത് ഈ ആരാധനാ കർമ്മങ്ങളും അല്ലാഹുവിന്റെ കൽപ്പനകളും ശിരസ്സ വഹിക്കാൻ തയ്യാറാകുന്ന ആളുകളുടെ കൂട്ടായ്മയാണ്. അവരാണ് മുസ്ലിം. അതുകൊണ്ട് തന്നെ തുല്യതക്ക് ലോകത്തിന് മുമ്പിൽ പകർന്നു നൽകാനുള്ള ആശയം ഇസ്ലാമിന്റെ ആശയം തന്നെയാണ്. അത് ഏതൊരു സമൂഹത്തിന് മുമ്പിലും ഉറക്കെ പറയാൻ കഴിയുന്നവരും നമ്മൾ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമസ്കാരം എന്ന ഗൗരവതരമായ അവസ്ഥ, അതിനെക്കുറിച്ച് ഇനിയും കുറച്ചുകൂടി കാര്യങ്ങൾ പറയാറുണ്ട്. ഇൻഷാല്ലാ അടുത്ത ഖുതുബയിൽ നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ്. പറയാനുള്ളത്, ഏതൊരു ഘട്ടത്തിലും അത് ഒഴിവാക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. അല്ലാഹു അതിന് നൽകുന്ന പ്രതിഫലം മഹത്തരമാണ്. നമ്മുടെ പാപങ്ങളൊക്കെ കഴുകിക്കളയുന്ന പ്രവർത്തനം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം പള്ളിയിൽ നിന്ന് നമസ്കരിച്ച് പുറത്തേക്ക് വന്നിട്ട് തൊട്ട് പള്ളിക്ക് പുറത്ത് മുമ്പിലുള്ള ഒരു മരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടു. അതിലെ കുറെ ഇലകൾ കൊഴിഞ്ഞു വീണു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, വിശുദ്ധിയോടെ നമസ്കരിക്കുന്ന ഒരാളും അയാളുടെ പാപങ്ങൾ ഈ രീതിയിൽ കൊഴിഞ്ഞു പോകും. അങ്ങനെ ഒരു ഉദാഹരണത്തിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അതുപോലെ നമസ്കാരം എന്നതിന്റെ പ്രത്യേകത അത് ഖുശൂഅോടുകൂടി ഭക്തിയോടെ നിർവഹിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഭക്തിയോടെ നമ്മളൊക്കെ നമസ്കാരത്തിനായി വന്നിരിക്കുകയാണ്. ഇവിടെ നമസ്കാരത്തിന് വന്നിരിക്കുമ്പോൾ അതിന് വരുന്ന അല്ലെങ്കിൽ നിൽക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന പ്രതിഫലം തുല്യമായിക്കൊള്ളണമെന്നില്ല, ഒരേപോലെ ആയിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ നിങ്ങളെക്കാളൊക്കെ പ്രതിഫലം കുറഞ്ഞ ആളായിരിക്കും ഞാൻ, ലഭിക്കുന്ന ആളായിരിക്കും ഞാൻ. ഇവിടെ ഞാൻ പറയുന്നു എന്നല്ലാതെ എനിക്ക് ഹൗഫില്ലെങ്കിൽ, ഭക്തിയില്ലെങ്കിൽ എന്റെ പ്രതിഫലം തുലവും കുറഞ്ഞു പോകും. ഇസ്ലാമിയെ കുറിച്ച് വല്ലാതെ പഠിച്ചിട്ടൊന്നുമില്ലാത്ത എന്നാൽ ഇഖ്ലാസോടെ ആത്മാർത്ഥതയോടെ വന്ന ആരെങ്കിലും ഒരാൾക്കായിരിക്കും ഏറ്റവും വലിയ പ്രതിഫലം ലഭിക്കുക. അപ്പോ മനസ്സിലാണ് അല്ലാഹു നോക്കുന്നത്. നമ്മുടെ നേരത്തെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ഈ സൂറത്തുൽ ബഖറയിലെ 177-ാമത്തെ ആയത്തിന്റെ തുടക്കത്തിൽ പറയുന്നത്, നിങ്ങൾ പടിഞ്ഞാറോട്ടോ കിഴക്കോട്ടോ തിരിയുന്നതല്ല പുണ്യമെന്നാണ്. ഹൃദയത്തിലേക്ക് നോക്കിക്കൊണ്ടാണ് അല്ലാഹു പ്രതിഫലം നൽകുന്നത്. അപ്പം ഹൃദയ വിശുദ്ധിയോടെയായിരിക്കണം നമ്മൾ നമസ്കാരാദി ആരാധനാ കർമ്മങ്ങൾക്ക് വേണ്ടി തയ്യാറാവേണ്ടത് എന്ന പാഠമാണ് ഈ ഖുതുബയിലൂടെ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാറുള്ളത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ കുരുമ്പെടുത്ത് മൂസസ് ഹാജിന്റെയും നൗഷാദിന്റെയും ഒക്കെ മാതാവും പരതനായ മൊയ്തീൻ സാഹിബിന്റെ പത്നിയുമായ ആമനത്ത അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകി തിരിച്ചു പോയിരിക്കുകയാണ്. അള്ളാഹു ആ മഹദിക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. അവരുടെ ജീവിതത്തിൽ വന്നുപോയ പാപപ്പിഴവുകൾ അള്ളാഹു പുറത്തു കൊടുക്കുകയും അവരെ സ്വർഗാവകാശിയാക്കുകയും ചെയ്യുമാറാവട്ടെ. അവരെയും നമ്മയും അള്ളാഹു സ്വർഗഭൂവാഹത്തിൽ ഒരുമിച്ച് കൂട്ടി പെരുമാറാവട്ടെ. അതുപോലെ മറ്റൊരു വിഷയം പ്രാർത്ഥിക്കാൻ പ്രത്യേകം പറഞ്ഞ വിഷയം, പെരുമ്പാവൂരിലെ സംഘടനാ പ്രവർത്തകനും അവിടുത്തെ
സ്കൂൾ അധ്യാപകനുമായ അബ്ദുൽ അസീസ് മാസ്റ്റർ. അദ്ദേഹം കോവിഡ് ബാധിച്ചു, നെഗറ്റീവായി. പക്ഷേ പിന്നീട് ന്യൂമോണിയയും ശ്വാസതടസ്സവുമായിട്ട് വീണ്ടും ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിലാണ്. ഡോക്ടർമാർ വരെ പറഞ്ഞിരിക്കുന്നത് പ്രാർത്ഥന ഇനി മാത്രമേ ഇനിയുള്ളൂ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികളും അറിയുന്ന ആളുകൾക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു ആ വ്യക്തിയുടെ അസുഖം ശിഫ നൽകുകയും വീണ്ടും ദുനിയാവിൽ അദ്ദേഹത്തിൻ്റെ ദേശരക്ഷകൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി കർമ്മനിരതരാവാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. اللهم اشف انت الشافي لا شفاء الا شفاءك شفاء لا يغادر سقما. اللهم اشف انت الشافي لا شفاء الا شفاءك شفاء لا يغادر سقما. കരുണാമയനായ നാഥ, നീ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണമേ നാഥ. ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ നീ പുറത്തു തരണം. ഞങ്ങളുടെ അറിഞ്ഞും അറിയാതെയും വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ നീ പുറത്തു തരണമേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ കാരുണ്യം നൽകണമേ നാഥ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് സന്തോഷവും സംതൃപ്തിയും ദുനിയാവിലും പിരിഞ്ഞുപോയ മാതാപിതാക്കൾക്ക് സൗഖ്യവും സ്വർഗവും ആഖിറത്തിൽ നൽകണമേ നാഥ. അവരിൽ നിന്ന് വന്നുപോയ പാപങ്ങളൊക്കെ പുറത്ത് അവരെ ഞങ്ങളെ ഈ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണമേ. ഞങ്ങളിൽ നിന്ന് പിരിഞ്ഞുപോയ പല ആളുകളുമുണ്ട് നാഥ. മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഇണകൾ, മക്കൾ, കൂട്ടുകാർ, ബന്ധുമിത്രാദികൾ, അവരുടെയൊക്കെ വന്നുപോയ പാപങ്ങളൊക്കെ നീ പുറത്തു കൊടുക്കണമേ. അറിഞ്ഞും അറിയാതെയും വന്നുപോയ പാപങ്ങളൊക്കെ നീ പുറത്തു തരണമേ നാഥ. കടുത്ത പരീക്ഷണങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണമേ നാഥ. കോവിഡ് എന്ന മഹാമാരിയെ തൊട്ട് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണമേ നാഥ. കടം, അപകടം, രോഗം പോലുള്ള അതിഗുരുതരമായ പരീക്ഷണങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണമേ നാഥ. ഏത് പ്രയാസഘട്ടത്തിലും ഈമാനിൽ ഉറച്ചു വിശ്വസിക്കുന്ന മുവഹ്ഹിദുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ നാഥ. ലോകത്തിൽ പീഡകൾ അനുഭവിക്കുന്ന സത്യവിശ്വാസികൾക്ക് നീ സുഖവും സംരക്ഷണവും നൽകുമാറാവണമേ നാഥ. ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന കുതന്ത്രവാദികളുടെ കുതന്ത്രങ്ങളെ നീ തകർത്ത് കളയണമേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.